ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് കേരള കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് മത്തിയാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് ചാള എന്ന് പറയും. ഇത് നമ്മൾ 1 കിലോളം ഉണ്ട്. ഇത് നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് വെക്കുക. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയൊരു ചതച്ച് എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കിട്ടും. അത് ചതച്ചതാണ് ഇരിക്കുന്നത്. പിന്നെ ഈ മീനിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്, പരിങ്ങിലാണ്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ കറിയുടെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കിട്ടും. ഇത് വറക്കാൻ വേണ്ടിയവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വറക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഉള്ളി. ഇത് കൊച്ചുള്ളി ഇടുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പച്ചമുളക്, കറിവേപ്പില, പിന്നെ മുളക് പൊടി, അതെല്ലാം പിന്നെ പറയുന്നതായിരിക്കും. പിന്നെ പിന്നെ കഴുകിയെടുത്ത കുടംപുളിയുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു സീക്രട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കുടംപുളി കഴുകിയ വെള്ളം കൊണ്ട് ആ വെള്ളം എടുത്തു വെച്ചിട്ട് ഈ മീൻ കഴുകുവാണെങ്കിൽ ഈ മീനിൻ്റെ കുറച്ച് ഉടുപ്പ് മാറി കിട്ടും. അപ്പോൾ അങ്ങനെ അതൊരു സീക്രട്ടാണ്. ഇത് കഴുകിയെടുത്ത കുടംപുളി ഏകദേശം 1 കിലോയ്ക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കാരണം പൊടിയായിട്ട് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ തുമ്മലൊക്കെ ഉണ്ടാകും. അപ്പം അതിനു വേണ്ടി ആണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചൂടാക്കിയ ചീനച്ചട്ടി നമുക്ക് ഒന്ന് ചൂടാക്കാം. ചീനച്ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഇച്ചിരി ബെറ്റർ. പിന്നെ ഈ മുളക് പൊടി പറഞ്ഞത്, മുളക് പൊടി കളറ്, മീൻകറിക്ക് നല്ല കളറ് വേണ്ടിയൊരു ആവശ്യമായിട്ട് മറ്റേ ഈ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ നോക്കുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടി എടുത്ത് വെക്കുന്നതാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ്. നമ്മൾ ഇച്ചിരി നല്ല ടേസ്റ്റ് കിട്ടും. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കളറിന് പ്രിഫറൻസ് കൊടുക്കുന്നവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇടുക. തീ ഒരുമാതിരി കുറച്ച് വെക്കുക. പിന്നെ ഈ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതിനെക്കാട്ട് നല്ലത് ഈ വഴക്കാൻ നമുക്ക് മൺചട്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ഇടുക. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ ലാസ്റ്റിലിട്ടാൽ മതി. ഉലുവ പൊടിച്ചതില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ട് വഴറ്റണം. പിന്നെ ഇതിലേക്ക് എണ്ണയിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇടും. പിന്നെ ഇതിലേക്ക് ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സവാളയും പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ വഴണ്ടുന്ന ഒരുപാട് ഇതാവണ്ട, ഒരു മീഡിയം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ അതിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. ഇത് കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ ആവശ്യമായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റുക. ചെറിയ തീയിൽ ഇട്ട് വഴറ്റുന്നതായിരിക്കും ഇത്തിരി ഇവിടെ നല്ലത്. ഇത് ഒരളവുക്ക് വഴന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വഴനാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ട് വഴറ്റാൻ ശ്രമിക്കുക. അപ്പം നല്ല ഇതാവും. പിന്നെ ഇതിനകത്തൊരു സീക്രട്ട് പറയാനുള്ളത്, നമ്മൾ വാങ്ങുമ്പോൾ ഇത് കിട്ടുന്നത് മീൻ ചീഞ്ഞതാണ്.
നമ്മൾ കുറച്ച് പച്ച കടുക് അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ ഈ പൊടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പം കുറച്ച് മീനിൻ്റെ ദശയ്ക്കൊക്കെ ഉറപ്പ് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ചീന മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കടല കടുക് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മീനെ രക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വഴറ്റിയത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റുക. ശരിക്കും ആദ്യം തന്നെ മൺചട്ടിയിലിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചീനച്ചട്ടിക്കകത്ത് വഴറ്റിയിട്ട് ഇങ്ങോട്ടാണ് മാറ്റുന്നേ ഉള്ളൂ. മൺചട്ടിക്കകത്ത് തന്നെ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ ഒരുമാതിരി കളറ് നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ക്യാമറയ്ക്കകത്ത് അത്ര മനസ്സിലാവാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വഴണ്ട ഇതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഈ മുളക് പൊടി ചേർത്ത് ഇളക്കുക. നമ്മൾ ആ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നല്ല ചെറിയ തീയിലിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒരു ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി അധികം ചേർക്കാൻ പാടില്ല, കളറും മാറും. ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടി ഒരു ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇതിനകത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കി ചെറിയ തീയിൽ തന്നെ, ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിങ്ങനെ വറ്റിച്ച് എടുക്കുക. അത് ഈ മസാല നന്നായിട്ട് മൂത്ത് വരണം. മൂക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് കിട്ടും. ആ മൂക്കുന്ന വരെ നമ്മൾ ഇതിനെ ചെറിയ സ്മെല്ലിട്ട് ഇളക്കി കൊടുക്കി കൊടുക്കുക. മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കളറ് കണ്ടാലും നമുക്ക് കുറച്ച് മനസ്സിലാകാൻ പറ്റും. ഈ മസാല നന്നായിട്ട് മൂക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ കറിയുടെ ഒരു ടേസ്റ്റിന് നല്ല ഇത് വരും. ഒരുപാട് കരിയാൻ പാടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ കളറ് ആ ചുവപ്പിൽ നിന്ന് കുറച്ചൊരു ഇതിലോട്ട് ബ്രൗണിഷ് കളറിലോട്ട് മാറും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇളക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ഫ്ലെയിമിലിടണം, കാരണം ഈ അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കും. ഇപ്പോൾ ഇതൊരു വിധം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ഇതേപോലെ തന്നെ തിളപ്പിക്കുക. കാരണം മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് വേവാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കുക ചെറുതായിട്ട്. ഇപ്പം ഇതിനെക്കാട്ടി നല്ല കളർ വേണ്ടി ഒരു കാശ്മീരി പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ലവിടെ കളർ കിട്ടുന്നതായിരിക്കും. നമ്മൾ വീട്ടിൽ അരച്ച് തന്നെ പൊടിപ്പിച്ച് തന്നെ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതായിരിക്കും ടേസ്റ്റ്. ഇപ്പം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഞാൻ തിളച്ചൊരു 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ എല്ലാം നമ്മൾ മസാലയൊക്കെ നമ്മൾ നേരത്തെ ആ കളർ തന്നെ മാറി. വേവാത്ത മസാലകളെല്ലാം ഒന്ന് വെന്ത് കിട്ടിയോണ്ടാണ് ഇപ്പോൾ കളർ നല്ല ചുവപ്പായിട്ടുള്ളത്. കാരണം ആ മല്ലിപ്പൊടിയൊക്കെ ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് നല്ല കളറിലായിട്ടായിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇട്ടിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടുക. ഇപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള മീൻ ഇതിനകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളത് വേവാൻ വേണ്ടി വെക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മളെ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഇടുക. ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ ഈ സ്പൂൺ കൊണ്ട് അത് ഇളക്കാൻ പാടില്ല. കാരണം ഈ മീൻ പൊടിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഈ ചട്ടി ഇങ്ങനെ ഇളക്കുക. ചട്ടി എടുത്തിട്ട് ഇങ്ങനെ കറക്കി അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇളക്കുമ്പോഴും മാക്സിമം സൂക്ഷിച്ചിളക്കുക. കുടംപുളി നമ്മൾ ആദ്യമേ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് തിളച്ച് ഒരു കുടംപുളിയുടെ ഒരു കയ്പ്പ് പോലെ ചെറുതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ കുടംപുളി ലാസ്റ്റിലിടുന്നത്. പിന്നീട് നമ്മൾ ഈ മീനിനെക്കാട്ടി കുറച്ച് വേവ് കുറവാണ് ഈ പരിങ്ങലിന്. അതുകൊണ്ടാണ് പരിങ്ങൽ ലാസ്റ്റ് ഇച്ചിരി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇടും നമുക്ക്. അപ്പോൾ നമ്മൾ പരിങ്ങൽ
ഇതിലേക്ക് ഇടുക. പരിങ്ങിൽ വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ആ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. വളരെ നന്നായി ശ്രദ്ധിച്ച് ഇളക്കുക. ഇളക്കാൻ പാടില്ല ശരിക്കും. ഇനി നമ്മളിത് ചെറിയ തീയിൽ ഇത് മൂടി വെക്കുക. വേവാൻ വേണ്ടി ചെറിയ തീയിൽ ഇടുക. മാക്സിമം ഫ്ലെയിം കുറച്ച് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പോരാത്തവർക്ക് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിനിടാം. വെന്ത് കഴിഞ്ഞിട്ട് ചട്ടിക്കകത്ത് തന്നെ കുറച്ചിരുന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിക്കകത്ത് തന്നെ ഒന്ന് കുറച്ച് പറ്റുന്നതായിരിക്കും. അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് കേരള ഫിഷ് കറി. കുടംപുളി ഇട്ട് വറ്റിച്ച് ഫിഷ് കറി ഉണ്ടാക്കുന്ന വിധം തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.